12 റീൽ എന്തോ കട്ട് ചെയ്തെന്നുണ്ട്, അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. അങ്ങനെ കണ്ടിട്ട് ഒരു കാര്യം, സിനിമയാണ്, അത് കണ്ട് അത് കളയണം. അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ജീവിക്കാനേ പറ്റൂല. ബാധിക്കുന്ന കഥയിൽ അത് ഇടിക്കുമല്ലോ. ആ ക്യാരക്ടർ തന്നെ ഇല്ലാതാകുമ്പോൾ കഥ ഇല്ലാതാവും. മൊത്തത്തിൽ അത് മാത്രമേ ഉള്ളൂ വെറൈറ്റി ആയിട്ടുള്ളത്. ഡീഗ്രേഡിങ് എന്ന് വെച്ചാൽ അത് ഓരോ സിനിമയും താഴ്ത്തി കെട്ടാൻ ഒരു വിഭാഗം ആൾക്കാർ കാണുമല്ലോ. ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇറങ്ങുമ്പോൾ അതിനെ ഒന്ന് മൈനസാക്കി കാണിക്കാൻ പല ആൾക്കാർ കാണും. അത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വരുമ്പോൾ അതിനൊന്ന് അതിൻ്റെ വരുമാനം അവർ ഇറക്കുന്നവർ കിട്ടരുതെന്ന് കുറേ പേര് ആലോചിക്കുന്നുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ഇത്തിരി ഇതാക്കും. കുഴപ്പമില്ലായിരുന്നു. സിനിമ കൊള്ളാം, കാണാനൊക്കെ രസമായിരുന്നു. ഓരോ സീനൊക്കെ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ സൂപ്പറാണ്. കുഴപ്പമില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് ഇത്തിരി ഇതാക്കും. 12 റീൽ എന്തോ കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് 12 റീൽ എന്തോ കട്ട് ചെയ്തെന്നുണ്ട്, അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. ഇല്ല, ഞാൻ താമസിച്ച് ഇറങ്ങിയത്, അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത വെർഷൻ അറിയില്ല. 12 എന്തോ റീൽസ് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. സൂപ്പർ പടം, ഒരു രക്ഷയില്ല, അന്യായം, പൊളി. കൊള്ളാം, നല്ല ഫിലിം. ആദ്യം കണ്ടിട്ടില്ല, രണ്ടാമതാണ് കണ്ടത്. നല്ല പടം, വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല. കുഴപ്പമില്ലായിരുന്നു, നല്ല. എമ്പുരാനെ പറ്റി പറയണമെങ്കിൽ ഇത് അവരെ ഹൈപ്പ് മാത്രമേ ഉള്ളൂ, പടത്തിലായിട്ടൊന്നുമില്ല. അതിനെക്കാട്ടി ലൂസിഫർ സൂപ്പറായിരുന്നു. വേദങ്ങൾ വരുന്ന എൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതെല്ലാം സിനിമയായിട്ട് കാണണം. ഇത് നമ്മൾ ജീവിതത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിനിമ ഇറക്കാൻ പറ്റില്ലല്ലോ, അത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ കണ്ടിട്ട് ഒരു കാര്യം, സിനിമയാണ്, അത് കണ്ട് അത് കളയണം. അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ജീവിക്കാനേ പറ്റൂല. ആവശ്യം അത് വേണം, അത് ജനങ്ങളിൽ എത്തണമല്ലോ, എല്ലാവരും അറിയണമല്ലോ എല്ലാത്തിനെ പറ്റി, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നും അതിലില്ല. ബാധിക്കുന്ന കഥയിൽ അത് ഇടിക്കുമല്ലോ. ആ ക്യാരക്ടർ തന്നെ ഇല്ലാതാകുമ്പോൾ കഥ ഇല്ലാതാവും. മൊത്തത്തിൽ അത് മാത്രമേ ഉള്ളൂ വെറൈറ്റി ആയിട്ടുള്ളത്. അത് ക്യാരക്ടർ തന്നെ ഇല്ലാതാവും, സിനിമയെ തന്നെ ബാധിക്കും. അത് ഡീഗ്രേഡിങ് എന്ന് വെച്ചാൽ അത് ഓരോ സിനിമയും താഴ്ത്തി കെട്ടാൻ ഒരു വിഭാഗം ആൾക്കാർ കാണുമല്ലോ. ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇറങ്ങുമ്പോൾ അതിനെ ഒന്ന് മൈനസാക്കി കാണിക്കാൻ പല ആൾക്കാർ കാണും. അത് ഏത് പടത്തിനായാലും വരും. അത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വരുമ്പോൾ അതിനൊന്ന് എന്താ പറയുക, അതിൻ്റെ വരുമാനം അവർ ഇറക്കുന്നവർ കിട്ടരുതെന്ന് കുറേ പേര് ആലോചിക്കുന്നുണ്ട്. വിവാദം പ്രൊമോഷൻ നല്ല ഹൈപ്പ് കൊടുത്തു പടത്തിന്, നല്ല ഇതായിരിക്കും. അതിന് വേണ്ടിയായിരിക്കും ചർച്ചാ വിഷയം. എന്നാൽ ചർച്ചാ വിഷയമാകുമ്പോൾ പടം എല്ലാവരും കാണും. അതിലെന്താണുള്ളതെന്നറിയാൻ വേണ്ടി അതിനാണ് കുറേ പേര് ശ്രമിക്കുന്നത്. അത് എന്താണെന്ന് അറിഞ്ഞൂടല്ലേ അത്.